ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ലൈവിൽ ഇപ്പോഴും ആ ഒരു എൻഡ്യൂറൻസ് ടാസ്ക് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അനുമോള, പിന്നെ നൂറ, സാബുമാൻ, ആര്യൻ ഇവരാണ് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. അക്ബർ ഔട്ടായ സമയത്ത് തന്നെ അനീഷിന്റെ ഒരു സഹായ മനസ്കത കാണണമായിരുന്നു കേട്ടോ. കൈയും കാലും ഒക്കെ തിരുമ്മി കൊടുക്കുന്നുണ്ട്. എതിരെ സംസാരിക്കുന്ന രണ്ട് എതിരാളികളായിട്ടുള്ള കണ്ടസ്റ്റൻസ് ആണ്. എപ്പോ കണ്ടാലും വഴക്കുണ്ടാക്കുന്ന കണ്ടസ്റ്റൻസ് ആണ്. അക്ബർ എന്തൊക്കെ കാര്യങ്ങൾ അനീഷിനെതിരായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതൊന്നും മനസ്സിൽ വെക്കാതെ അനീഷ് പോയി ചെന്ന് നിസ്വാർത്ഥമായ രീതിയിൽ അക്ബറിനെ പരിപാലിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോ ലൈവിൽ നടന്നൊരു സംഭവമാണ്, അനീഷ് പോയിട്ട് എല്ലാവർക്കും വെള്ളം കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ആര്യനും അനുമോൾക്കും പിന്നെ നൂറയ്ക്കും സാബുമാനും 4 പേർക്കും വെള്ളം കൊടുക്കാനായിട്ട് അനീഷ് ബോട്ടിലുമായിട്ട് വന്നു. ഈ സമയത്ത് ഒന്നും ബിഗ് ബോസിന്റെ വായിക്കകത്ത് നാക്കില്ലായിരുന്നു. വെള്ളം കൊടുക്കരുത് എന്ന് പറയാൻ ബിഗ് ബോസിന് നാക്കില്ലായിരുന്നു. ആര്യന്റെ വായിൽ വെള്ളം ഒഴിച്ച് എനിക്ക് തോന്നുന്നു ആ ബോട്ടിൽ മുഴുവൻ ആര്യൻ കുടിച്ചു തീർത്തിട്ടുണ്ടാവും തോന്നുന്നു, അല്ലെ പകുതിയും മുക്കാലും കുടിച്ചു തീർത്തിട്ടുണ്ടാവും. എത്രയാണെങ്കിലും അത് വെള്ളം കൊടുക്കുക എന്ന് പറഞ്ഞ ഒരു പവർ കിട്ടും ശരീരത്തിന്, അത്രയും ഹൈഡ്രേറ്റഡ് ആവും നമ്മൾ പെട്ടെന്ന്. അപ്പൊ ആര്യന് അനീഷ് വെള്ളം കൊടുക്കുന്നുണ്ട്. ആദ്യമേ ആര്യന് വെള്ളം കൊടുത്തു കഴിഞ്ഞിട്ടാണ് ബിഗ് ബോസ് പറയുന്നത് വെള്ളം കൊടുക്കാൻ പറ്റില്ല എന്ന്. അനുമോൾക്ക് കൊടുക്കാൻ പോകുന്ന ആ മിനിറ്റിലാണ്, ആ സ്പ്ലിറ്റ് സെക്കൻഡിലാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നത് വെള്ളം കൊടുക്കാൻ പാടില്ല, അനീഷ് മാറി നിൽക്കൂ എന്ന് പറയുന്നില്ല. പക്ഷെ അനീഷിനോട് ആ രീതിയിൽ തന്നെ പറയുന്നുണ്ട്, ഇതൊരു ടാസ്ക് അല്ലേ, ടിക്കറ്റ് ഫിനാലെ ടാസ്ക് അല്ലേ, വെള്ളം കുടിക്കാതെ നിൽക്കാൻ പറ്റുന്നവർ മാത്രം നിന്നാൽ മതി, അല്ലാത്തവർക്ക് പോകാം, അല്ലാത്തവർക്ക് ഇറങ്ങാം എന്നൊക്കെ ബിഗ് ബോസ് പറയുന്നുണ്ട്. അത് ആര്യന് കൊടുത്തു കഴിഞ്ഞിട്ടാണ് പറയുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് ഓർത്തോണം കേട്ടോ. അപ്പൊ ആര്യൻ 3 മണി 4 മണി വരെ നിൽക്കുന്നത് കൊണ്ട് ഒരു അത്ഭുതവും നമുക്ക് ഇല്ല. കാരണം വെള്ളമൊക്കെ കുടിച്ച് ഹൈഡ്രേറ്റഡ് ആയിട്ടാണ് ആശാൻ നിൽക്കുന്നത്. കൈ അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്റ്റിംഗ് പൊസിഷനിലൊക്കെ വെച്ച് കൈയൊക്കെ മാറ്റിയിട്ടാണ് ആശാൻ നിൽക്കുന്നത് അതിന്റെ മുകളിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആര്യൻ ഈ ഒരു ടാസ്ക് ജയിച്ചത് എക്സ്പ്ലെയിൻഡ് ആണ്. ഇതിൽ തന്നെ അനീഷ് പോയി വെള്ളം കൊടുത്തതുകൊണ്ട് മാത്രമാണ് ജയിച്ചത്. അനീഷ് വെള്ളം കൊടുത്തതിന് മോശമായിട്ട് ഞാൻ പറയുന്നില്ല. 4 പേർക്കും വെള്ളം കൊടുക്കാൻ വേണ്ടിയാണ് അനീഷ് ഇത് ചെയ്തത്. നിസ്വാർത്ഥമായ ഒരു പ്രവൃത്തിയാണ്. അതിന് അനീഷ് ബിഗ് ബോസിന്റെ അടുത്ത് മാപ്പ് വരെ പറഞ്ഞു എന്നുള്ളത് നിങ്ങൾ ഓർത്തോണം. ഒരു നല്ല കാര്യം ചെയ്തതിന് അനീഷ് മാപ്പ് വരെ പറഞ്ഞു ബിഗ് ബോസിന്റെ അടുത്ത്. ഇതൊക്കെ എന്ത് നീതിയും ന്യായവുമാണെന്ന് എനിക്കറിയില്ല. അൺഫെയർ ആയിട്ടാണ് ആര്യൻ ഈ ഒരു ടാസ്ക് ജയിച്ചത്. ഇത് സാബുമാൻ ജയിക്കേണ്ട ഒരു ടാസ്ക് ആയിരുന്നു എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. 4 പേർക്ക് ഒരേപോലെ വെള്ളം കൊടുക്കുമായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ 100 വരെ ഈ ടാസ്ക് ജയിച്ചേനെ. അത്രയധികം പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു. അനുമോള് ഈ ടാസ്ക് ജയിച്ചേനെ. എനിക്ക് വെള്ളം കിട്ടാഞ്ഞിട്ട് മാത്രമാണ് ഇവർ പരാജയപ്പെട്ടതെന്ന് തോന്നുന്നു. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.